ജമ്മു കാശ്മീർ, ഹരിയാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കാശ്മീരിൽ 3 ഘട്ടമായും ഹരിയാനയിൽ ഒറ്റഘട്ടമായുമാണ് വോട്ടെടുപ്പ്. ഒക്ടോബർ 4-ന് വോട്ടെണ്ണൽ നടക്കും. കേരളത്തിലെ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പുകൾ 6 മാസത്തിനകം ഉണ്ടാകുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 10 വർഷത്തിനു ശേഷമാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കിയതു മുതൽ തെരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് നടത്താൻ കർശന നിർദ്ദേശം നൽകിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. 3 ഘട്ടമായാണ് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. ആദ്യഘട്ടം സെപ്റ്റംബർ 18-നും രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും അവസാന ഘട്ടം ഒക്ടോബർ 1-നുമാണ്. ഒക്ടോബർ 4-ന് വോട്ടെണ്ണൽ നടക്കും. Elections in J&K will be held in 3 phases. Date of poll will be 18th of September and it's a Wednesday. Second phase would be on 29th of August and the statutory period of nominations and all. Poll being on 25th of September and phase 3 and every voting finishing on 1st of October. Counting would be on 4th of October. 90 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ ഒറ്റഘട്ടമായി ഒക്ടോബർ 1-നാണ് വിധിയെഴുത്ത്. ഹരിയാനയിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ 4-ന് ജമ്മു കാശ്മീരിനൊപ്പം നടക്കും. അതേസമയം കേരളത്തിലെ ഉൾപ്പെടെ ഉപതെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചില്ല. കേരളത്തിൽ പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെടെ 47 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടക്കേണ്ടത്. വയനാട് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്ത വിഷയങ്ങളും ബീഹാർ ഉൾപ്പെടെ വെള്ളപ്പൊക്ക പ്രശ്നങ്ങളും നേരിടുന്നതിനാൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നില്ലെന്നും 6 മാസത്തിനകം ഉണ്ടാകുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. കൈരളി ന്യൂസ്, ദില്ലി.